നമസ്കാരം. അപ്പോൾ രായൻ, അതായത് ജൂലൈ 26 ധനുഷിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ആകാൻ പോകുന്ന ഒരു ചിത്രമാണ് റിലീസിങ്ങിന് ഒരുങ്ങുന്നത്. രായൻ അതിൽ ഒത്തിരി വെല്ലുവിളികളുണ്ടായിരുന്നു. അനിരുദ്ധ് എന്ന് പറയുന്ന ഒത്തിരി ഫാൻസുകാരുടെ വെല്ലുവിളികളുണ്ടായിരുന്നു. ഇന്ത്യ, AR റഹ്മാൻ ഇന്ത്യ എവിടെ പോയി, അതിനുള്ളൊക്കെ മറുപടിയാണ്. ഒരൊറ്റ സോങ്ങിന്റെ വെറും 2 വരി മാത്രം കേട്ടാൽ മതി. ഉഷിരെ എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കോ അല്ലെങ്കിൽ ആ ഒരു വരികൾ മാത്രം കേട്ടാൽ മതി. ഹിറ്റ് പാട്ടാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും മീഡിയകളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പാട്ട്. ചിത്രത്തിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ, ഡയലോഗ്, സ്റ്റോറി, അതിനൊപ്പം തന്നെ പാട്ടിന്റെ വരികൾ, പാട്ട് പാടിയിരിക്കുന്നത് എല്ലാത്തിലും കൈവച്ചിരിക്കുകയാണ് ധനുഷ് എന്ന് പറയുന്ന ആ ഒരു ആക്ടർ. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. ആ ഒരൊറ്റ പാട്ട് മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉസിരെ എന്ന് പറയുന്ന ആ ഒരു പാട്ട് AR റഹ്മാന്റെ വോയിസിലൂടെ ഔട്ടിറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അനിരുദ്ധ് ഫാൻസിന് ശരിക്കും ചെക്കിളത്തടി കിട്ടിയ പോലെയാണ് ആ ഒരു സോങ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും AR റഹ്മാന്റെ ആ ഒരു മാജിക് ടോൺസ്, മാജിക് മ്യൂസിക്, മാജിക് വോയിസ്, AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യാജിഷ്യന്റെ ആ ഒരൊറ്റ സോങ് ഇപ്പോൾ റീൽസുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു സോങ് ഇറങ്ങുന്നതിന് വേണ്ടി കട്ട വെയിറ്റിംഗിലായിരുന്നു ഉള്ള പ്രേക്ഷകർ മുഴുവനും. കാരണം ഏതൊരു മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ കേൾക്കുന്ന ആ ഒരൊറ്റ സോങ് ആണ്. ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാതാവ് കലാനിധി മാരനാണ്. അതോടൊപ്പം തന്നെ മ്യൂസിക് ലെജൻഡ് AR റഹ്മാനാണ്. പിന്നെ അതിനുശേഷം ഒരു പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്നാണ്. അത് ശരിക്കും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ മാസ്മരിക മ്യൂസിക് അഥവാ മാജിക് അഥവാ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഇഞ്ചിൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ നമുക്ക് ഒത്തിരി നഷ്ടം തോന്നിയെങ്കിലും ഈ ഒരു ചിത്രത്തിലൂടെ, രായൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ വോയിസിൽ ഇറങ്ങിയ ആ ഒരൊറ്റ സോങ് വമ്പൻ ഹിറ്റാണ്. അനിരുദ്ധിന്റെ വെല്ലുവിളിച്ച എല്ലാ ഫാൻസുകാർക്കും ഇതൊരു തിരിച്ചടി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇത് ഈ ഒരൊറ്റ സോങ് കൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ പ്രേക്ഷകരും മനസ്സ് തുറന്ന് സ്വീകരിച്ച ഒരൊറ്റ പാട്ടാണ്. ഇഞ്ചിൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം ഒത്തിരി വീഡിയോകളിലൂടെ AR റഹ്മാൻ റിജക്ട് ചെയ്തതിനെ കുറിച്ച് ഒത്തിരി സംവാദങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് താഴെയായിട്ട് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. AR റഹ്മാൻ ചെയ്താൽ മാത്രമേ ഈ പാട്ട് ഹിറ്റ് ആവുള്ളൂ, ഹിറ്റായിട്ട് എന്ത് കാര്യം, പാട്ട് മാത്രം ഹിറ്റായ സിനിമ എന്തിനാണ് തിയേറ്ററിൽ? ശരിക്കും ഒരു വിഡിത്തരാണ്. കാരണം ഒത്തിരി ചില സിനിമകൾ ഇറങ്ങിയിട്ട് പാട്ടുകൾ മാത്രം ഹിറ്റായ ഒത്തിരി സിനിമകളുണ്ട്. അനിരുദ്ധ് ഫാൻസിനോട് പറയാനുള്ള ഒരൊറ്റ വാക്കാണ്, വെല്ലുവിളികൾ നടത്തിക്കോ, തന്നോട് പോകുന്നവരോടായിരിക്കണം വെല്ലുവിളി നടത്തേണ്ടത്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ലെജൻഡ് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ഒരു കാര്യവുമില്ല. വർഷങ്ങൾക്ക് മുൻപേ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. AR റഹ്മാന്റെ ആ ഒരു വോയിസിൽ വെറും 2 വരി മാത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ സംഭവിച്ചത് മാജിക്കാണ്. വെറും 2 വരി അദ്ദേഹത്തിന്റെ വോയിസിലൂടെ ഔട്ടിറങ്ങിയ 2 വരി ഇപ്പൊ വമ്പൻ ഹിറ്റാണ്, തരംഗമാണ്, വികാരമാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പാട്ട് പോലും ഓരോ വ്യക്തികളും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിട്ടു പോവില്ല എന്നുള്ളതിനുള്ള ഒരൊറ്റ തെളിവാണ് ഈ ഒരൊറ്റ സോങ്ങിലെ 2 വരികൾ. ഈ ഒരു ചിത്രത്തിൽ ഒത്തിരി പ്രാധാന്യം നൽകുന്ന മലയാളികൾക്ക് ഒത്തിരി പ്രാധാന്യം എന്നോണം നോക്കാവുന്ന ഒരു 3 താരങ്ങൾ ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 3 ആക്ടേഴ്സ് ഉണ്ട്. കാളിദാസ് ജയറാം, അപർണ ബാലമുരളി, അനിഹ സുരേന്ദ്രൻ. ഇവർ 3 മലയാളീസും ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിത്രത്തിൽ. അതോടൊപ്പം തന്നെ ധനുഷ് സംവിധാനം ചെയ്യുന്ന 2ാമത്തെ ചിത്രവും ധനുഷ് നായകനായിട്ട് അഭിനയിക്കുന്ന 50ാമത്തെ ചിത്രവും എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. അപ്പൊ ജൂലൈ 26 രായൻ തിയേറ്ററുകളിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കും. തീർച്ചയായിട്ടും കട്ട വെയിറ്റിംഗിലാണ് എല്ലാ പ്രേക്ഷകരും, അതോടൊപ്പം ഞാനും. അപ്പോൾ തീർച്ചയായിട്ടും അനിരുദ്ധിന്റെ ഫാൻസുകാരടക്കം കമന്റ് ബോക്സിൽ വരിക. AR റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു മ്യാജിഷ്യന്റെ സോങ് കേട്ടിട്ട് വേണം കമന്റ് ഇടാൻ. തീർച്ചയായിട്ടും ഐ ആം വെയിറ്റിംഗ്.